ദുബായിൽ സൈക്ലിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതി പുതിയ ഘട്ടത്തിലേക്ക് എത്തി. റോഡ് ഗതാഗത അതോറിറ്റി 13 പുതിയ സൈക്ലിംഗ് ട്രാക്കുകൾ പൂർത്തിയാക്കി. ആകെ 15 ട്രാക്കുകളുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇത് വരുന്നത്. ഒപ്പം 162 കിലോമീറ്റർ നീളമുള്ള സൈക്ലിംഗ് നെറ്റ്വർക്കും രൂപപ്പെടും. റൂട്ടുകൾ അൽ ഗവാനിജ് മുതൽ അൽ മാംസാർ ബീച്ച്, അൽവർഗ മുതൽ സൈക്ക് അൽ സലാം, ദുബായ് അന്താരാഷ്ട്ര സാമ്പത്തിക കേന്ദ്രം മുതൽ ജുമൈറ വരെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രധാന റോഡുകളുടെ മുകളിൽ സൈക്കിൾ, കാൽനട പാലങ്ങൾ ഉൾപ്പെടുത്തിയതോടെ സൈക്കിൾ യാത്ര സുരക്ഷിതമാകും. ട്രാക്കുകൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ദുബായ് അൽ ഐൻ റോഡ്, ഷെയ്ഖ് സായിദ് റോഡ്, അൽഗൈൻ റോഡ് എന്നിവയിലൂടെ കടന്ന് ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്നു. ഈ വർഷം രണ്ടാം പാദത്തിൽ എല്ലാവിധ ട്രാക്കുകളും പൊതുജനങ്ങൾക്ക് തുറക്കാനാണ് ലക്ഷ്യം. 2030 വരെ ദുബായിൽ 1000 കിലോമീറ്റർ നീളമുള്ള സമഗ്ര സൈക്ലിംഗ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2025 വരെ സൈക്ലിംഗ് ഉപയോഗം 23.5% വർദ്ധിച്ച് 5.73 കോടി യാത്രകളായി. ഇതുവഴി ദുബായ് കോപ്പൻഹെഗൻ ഇൻഡെക്സിൽ ലോകത്തെ മുൻനിര 100 സൈക്ലിംഗ് സൗഹൃദ നഗരങ്ങൾ ഇടം നേടി. ദുബായ് വാൾക്ക് മാസ്റ്റർ പ്ലാൻ പ്രകാരം 6000 കിലോമീറ്റർ നടപ്പാതകളും സൈക്ലിംഗ് ട്രാക്കുകളും വികസിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ ചരിത്ര പ്രധാനമായ അൽറാസ് മേഖലയിലെ 12 കിലോമീറ്റർ നടപ്പാതയും 5 കിലോമീറ്റർ സൈക്ലിംഗ് ട്രാക്കും നിർമ്മിക്കും. ഇത് അർബൻ പ്ലാൻ 2040 ലക്ഷ്യത്തിന്റെയും വാഹന ആശ്രിതമല്ലാത്ത നഗരമാക്കാനുമുള്ള ശ്രമത്തിന്റെയും ഭാഗമാണ്. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സൈക്ലിംഗ് സൗകര്യങ്ങളും ഈ സ്കൂട്ടർ ട്രാക്കുകളും ഒരുക്കിയിട്ടുണ്ട്. അൽ ഗവാനിജ് ടു അൽ ബാർഷ ടു ടോളറൻസ് ഡിസ്ട്രിക്ട്, അൽ സൂഖ് അൽ കബീർ, ഹോർലാൻഡ്, അബുഹെയിൽ, ബുർജുമാൻ, പാംദേരെ, ബനിയാസ്, ബുർജ് ഖലീഫ, ദുബായ് മാൾ സ്റ്റേഷനുകൾക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. പദ്ധതിയുടെ ഭാഗമായി സൈക്ലിംഗ് ചാലഞ്ചുകളും കുടുംബയാത്രകളും സംഘടിപ്പിക്കുന്നു. ഇതിലൂടെ ദുബായ് സൈക്ലിംഗ് സൗഹൃദ നഗരമായി മാറുകയും നാട്ടുകാരും വിനോദസഞ്ചാരികൾക്കും പുതിയ അനുഭവങ്ങൾ നൽകുകയും ചെയ്യും.